ഹായ് ഫ്രണ്ട്സ്, ട്രേഡിംഗ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട് 9 വീഡിയോ ആണ്. പാർട്ട് 8 വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച്. അത് രണ്ട് തരത്തിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. സാധാ നോർമൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതായത് നേർരേഖയിൽ മാർക്കറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും. പിന്നെ ബുള്ളിഷ് ലെവലിൽ അല്ലെങ്കിൽ ബെയറിഷ് ലെവലിൽ മാർക്കറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചെരിഞ്ഞ രൂപത്തിലായിരിക്കുമെന്നും അതിന് പറയുന്നത് ട്രെൻഡ് ലൈൻസ് എന്നുമാണ്. ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തുകൊണ്ട് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ബുള്ളിഷ് രൂപത്തിൽ പോകുന്നു, അതല്ലെങ്കിൽ ബെയറിഷ് രൂപത്തിൽ താഴത്തോട്ട് ഇറങ്ങി പോകുന്നു എന്നുള്ളത് നമ്മുടെ എക്സാമ്പിൾസ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ചാർട്ടിനകത്ത് കാണിച്ചു തന്നു. ഇത് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു വീഡിയോക്കകത്ത് നമുക്കത് പഠിക്കാം. ഇനി രണ്ടാമത്തത് അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക്ഔട്ട്സിനെ കുറിച്ചായിരുന്നു. അത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബ്രേക്ക്ഔട്ട് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് റിയൽ ചാർട്ടിൽ നമ്മൾ കാണിച്ചു തന്നു. എന്തായിരുന്നു ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്? വൺസ് ഒരു സപ്പോർട്ടിനെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുക. സാധാരണ ബ്രേക്ക്ഔട്ട് രണ്ട് തരം ഉണ്ട്. അതിലും തന്നെ ഫേക്ക് ബ്രേക്ക്ഔട്ടുകളും ഉണ്ട്, റിയൽ ബ്രേക്ക്ഔട്ടുകളും മാർക്കറ്റിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ ഡീപ്പ് അനാലിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് ആ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം, ഫ്രാക്റ്റൽ എന്നുള്ളൊരു വാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്രാക്റ്റൽ? അത് ഞാൻ അതിൽ തീരെ പറഞ്ഞിട്ടില്ല. അതും നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇനി ചാർട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, അത് ഇപ്പോൾ നമ്മളിത് കാണുന്നേ ഉള്ളൂ അല്ലേ. സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ടൂളാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയുന്നുണ്ടാവും. ആ ഒരു സംഗതി എങ്ങനെയാണ് വർക്ക് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ലാസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുനിന്ന് ആ ഒരു ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ലോഡായി വന്നിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ കാണും. അതിനകത്ത് നമ്മൾ ജോയിൻ നൗ ഫോർ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി നമ്മൾ സൈനപ്പ് ചെയ്യണമെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് പേജ് ലോഡായി വരും. ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പുതിയ അക്കൗണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി, അതാണ് എളുപ്പം. ലോഡായി വന്നിട്ടുണ്ട്. ലോഡായി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് നമുക്ക് കുറേ അതൊക്കെ കാണാം. അത് പൈസ കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ നോൺ പ്രൊഫഷണൽസിന് 3 തരം ചാർട്ടുകൾ അവർ എസെൻഷ്യൽ പ്ലസ് പ്രീമിയം ഇങ്ങനെ 3 തരം ചാർട്ടുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 995 രൂപ മാസം കൊടുത്താൽ, അത് ഏതാണ്ട് 1000 രൂപ മാസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങോട്ട് വേറെയും കിട്ടും. ഇനി നോൺ പ്രൊഫഷണൽസിനുള്ള ഇതാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പ്രൊഫഷണൽസിനുള്ളത് കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഇങ്ങനത്തെ 2 തരം എക്സ്പേർട്ട്, അൾട്ടിമേറ്റ്, ഇങ്ങനെ 2 തരം ആളുകൾക്ക് അല്ലെങ്കിൽ 2 തരം യൂസേഴ്സിന് ഉള്ളിട്ട് അതിൻ്റെ വില ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഒരു വർഷത്തിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 1,95,999 പെർ ഇയർ, ഏതാണ്ട് 2 ലക്ഷം രൂപയായി. ഇത് 4,59,999, ഏതാണ്ട് 5 ലക്ഷം രൂപ അടുത്തുപോയി. അതൊക്കെ പ്രൊഫഷണൽസിനും വലിയ പുലികൾക്കുള്ളതാണ്. നമ്മൾ തൽക്കാലം എലികൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്രീ മതി. നമ്മൾക്ക് ഫ്രീയിൽ തുടങ്ങാം. സോ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ മുകളിൽ സെർച്ച് എന്നുള്ള ഭാഗം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സിമ്പിൾസ് വരും. എന്താണ് ഈ സിമ്പിൾസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻ്റർനാഷണൽ കോഡുകൾ അനുസരിച്ച് ഉള്ള കോഡ്സാണ് ഈ കാണുന്നത്. ഈ സിമ്പിളിൻ്റെ രൂപത്തിൽ ഇവിടെ യൂറോ USD കാണാം. നമ്മൾ യൂറോ USD ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലതരം പേഴ്സിന് നമുക്കിതിൽ കാണാം. ഗോൾഡ് കാണാം, നിഫ്റ്റി, ഇതൊക്കെ ഇന്ത്യയിലാണ്. ബാങ്ക് നിഫ്റ്റി, BTC USD എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ ആണ്. പിന്നെ റിലയൻസ്, ബാങ്ക് നിഫ്റ്റി, ഇങ്ങനെ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യേണ്ട ആൾക്കാർക്ക് അത് ചെയ്യാം. HDFC ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഇങ്ങനെ കുറേ സംഗതികൾ ഇതിൽ കാണാൻ പറ്റും. ആക്സിസ് ബാങ്ക്, ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനകത്തും ഒക്കെ ഉള്ള ഒരുപാട് കമ്പനീസ്, ഇൻഡെക്സുകൾ, കറൻസി പെയറുകൾ, കമ്മോഡിറ്റീസ്, ഇങ്ങനെ ഇനി ഇവിടെ വെവ്വേറെ ആയിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? കറൻസി പെയർ ഒന്നും കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ സ്റ്റോക്കുകൾ, കമ്പനിയുടെ സ്റ്റോക്കുകൾ മാത്രം. ITC, കൊട്ടാക് ബാങ്ക്, ബ്രിട്ടാനിയ, ഇതിലൊക്കെ നമുക്ക് ബജാജ് ഓട്ടോ, ടാറ്റ പവർ, കണ്ടോ, മാരുതി, ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഏതിൽ വേണമെങ്കിലും. ഇപ്പോൾ മാരുതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടൈറ്റാനിയം, മാരുതിൻ്റെ ഒന്ന് എടുത്തു. ലോഞ്ച് ചാർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? മാരുതിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ എന്താ കാണുന്നത്? മാരുതിൻ്റെ ഷെയർസൊക്കെ കുത്തനെടിഞ്ഞ് താഴോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ കീപാഡിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു അക്ഷരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്റ്റോക്ക്, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ സെക്ഷനിലായിരുന്നു അല്ലേ. ഇനി ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ, ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരം ഫണ്ടുകൾ ഇങ്ങനെയൊക്കെ കാണാം. എന്തൊക്കെയോ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. ഫോറക്സിൽ ആണെങ്കിൽ ഇതിൽ ഫോറക്സിൻ്റെ ഒരുപാട് കാര്യം, അത് വീട്ടിൽ നിന്ന് എഴുതിയതുകൊണ്ടാണ് ഇത് മാത്രം വരുന്നത്. ഞാൻ ബാക്ക് അടിച്ചു. എന്നിട്ട് ഫോറക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോറക്സിൻ്റെ കറൻസി പെയറുകൾ, ഫോറക്സിൽ ഒരുപാട് കറൻസി പെയറുകളുണ്ട് നമ്മൾ പഠിച്ചല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇനി ക്രിപ്റ്റോ ആണെങ്കിലോ, ക്രിപ്റ്റോക്കകത്ത് എല്ലാ ക്രിപ്റ്റോസിനും ഒരുവിധം ലിസ്റ്റ് ചെയ്ത എല്ലാ ക്രിപ്റ്റോസും ഇവിടെ അവൈലബിൾ ആണ്.
നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കോയിൻസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ചാർട്ട് വരും. ചാർട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോണ്ട് അങ്ങനെ പല പല സംഗതികൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടിയിട്ട് ഫോറക്സ് ഒന്ന് സെലക്ട് ചെയ്തു. ഫോറക്സിനകത്ത് നമ്മുടെ ഒരു യൂറോ USD ഫസ്റ്റ് 2 യൂറോ USD കാണുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? FXCM എന്നുള്ള ഫേം അല്ലെങ്കിൽ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുക. ഒയാൻഡ എന്നുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടാണ് ഇതിൽ കിട്ടുക. ഞാൻ FXCM തന്നെ എടുത്തു, ആദ്യം കണ്ടതെടുത്തു. അപ്പോൾ FXCMൻ്റെ ചാർട്ട് ഇവിടെ എനിക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്യാൻഡിൽസ്. ഈ കാണുന്നതാണ് ക്യാൻഡിൽസ് അല്ലേ. ഇതിന് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. സൂം ചെയ്ത് കഴിഞ്ഞാൽ വലുതാക്കും ചെറുതാക്കൊക്കെ ചെയ്യാം. ഒരു മീഡിയം സൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, ചുരുക്കുക. ഈ ഒരു വലുപ്പമൊക്കെ മതി. ഇങ്ങനെ ഇടുക. ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ചാർട്ട് അനലൈസിങ് സോഫ്റ്റ്വെയർ കേട്ടോ. ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ട്, ഇവിടെ കണ്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അതില്ലെങ്കിലും മൗസ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. മൗസ് ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ഇവിടെ സെറ്റിങ്സ് കിട്ടും. ഇനി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സെറ്റിങ്സ് കിട്ടും. ഈ സെറ്റിങ്സിൽ കിട്ടുന്ന മോർ സെറ്റിങ്സ് എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വരും ചാർട്ട് സെറ്റിങ്സ്. ഫോണിലാണെങ്കിലും അതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാർട്ട് സെറ്റിങ്സ് വന്നാൽ ഏറ്റവും മുകളിലായിട്ടുള്ള സിമ്പിൾ ഈ ക്യാൻഡിൽസ് എന്താണ് ഇത് കാണിക്കണത്? ഈ ക്യാൻഡിൽസുകളുടെ കളറാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കിത് ഈ കളർ വലിയൊരു സുഖമായിട്ട് തോന്നുന്നില്ല. ആദ്യത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗ്രീനാക്കി. രണ്ടാമത്തെ കോളത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെഡും കൊടുത്തു. കണ്ടോ, എനിക്ക് എന്തായി? എനിക്ക് ഗ്രീനും റെഡും ആയി. ഗ്രീൻ ആയിക്കോട്ടെ. ഓക്കെ, അത് ബോർഡേഴ്സ് ഒന്നും വിഷയമല്ല. വിക്ക് അതിൻ്റെയൊക്കെ കളേഴ്സ് മാറ്റാം. ബോർഡേഴ്സിൻ്റെ കളേഴ്സ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ ഗ്രീനും, രണ്ടാമത്തെ ഗ്രീന് കുറച്ച് ആഡംബരം കൂടിയ ഗ്രീനായി. ഈ ഗ്രീൻ മതി. ഓക്കെ, ഈ ഗ്രീനും രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ റെഡും കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും കുറച്ച് ആഡംബരം കൂടി റെഡായി. ഓക്കെ, ഇതാണ് വൃത്തി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ് ലൈൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇതൊന്നും ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ കളറൊക്കെ ഒന്ന് പച്ചയും ചുവപ്പൊക്കെ ആയിട്ടുണ്ട്. റെഡ് കാണിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് വരുന്നതിനെ, ഗ്രീൻ കാണിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് വരുന്നതിനാണ്. യൂറോ USD ഇതാ താഴത്തോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെയും ബിഗ് ഫാൾസ് ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ നോക്കാം. ഞാൻ പറ്റി ചെറുതാക്കിയതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ കാണാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ കണ്ട ഒരു സാധനം, ഈ ഒരു 8 മുകളിലാണ്, അതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പോയി കിട്ടും. ഓക്കെ, അതാണ് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി അത്രയും സ്പേസിൽ ചാർട്ട് കിട്ടും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കറൻസി പെയർ നോക്കേണ്ട ആളുകൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് ഇടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വാച്ച് ലിസ്റ്റിൽ നമ്മൾ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, എനിക്ക് പെട്ടെന്ന് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് എന്താണ് അല്ലെങ്കിൽ ചാർട്ട് നോക്കണമെങ്കിൽ XAUSD അല്ലെ ഗോൾഡിൻ്റെ ഇതല്ലേ, അതാണ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഗോൾഡിൻ്റെ ചാർട്ട് ഇവിടെ അവൈലബിൾ ആയി. കണ്ടോ, എനിക്ക് ഗോൾഡിൻ്റെ ചാർട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ അവൈലബിൾ ആയി കിട്ടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ GBP JPY നോക്കണമെങ്കിൽ എനിക്ക് അതാണ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ GBP JPYൻ്റെ ചാർട്ട് എനിക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഇതിന് വാച്ച് ലിസ്റ്റാണ്, അതിനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് കാലം ട്രേഡ് ചെയ്യുക. എന്നിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ മാത്രം നമ്മൾ വേറെ ചാർട്ടുകളിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങലായിരിക്കും നല്ലത്. ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ ആ ഒരു റിയൽ ക്യാരക്ടർ നിങ്ങൾക്ക് കുറച്ച് കാലം കൊണ്ട് ശരിക്കും മനസ്സിലാവും. എന്നിട്ട് പതിയെ അടുത്ത ലെവലിലേക്കൊക്കെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആ സംഗതി ഇവിടെ ക്ലോസ് ചെയ്ത് വിടുന്നുണ്ട്. ഇതിലേക്ക് വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേണ്ട, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. നമ്മൾ ഫസ്റ്റ് സിമ്പിളിൻ്റെ ഒരു ലിസ്റ്റ് കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കണ്ടോ. AUD JPY ആണെങ്കിൽ ഒയാണ്ട എന്നുള്ള കമ്പനിയുടെ ചാർട്ട് ഇവിടെ പ്ലസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിലാണ് വരും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇതിന് മുകളിൽ കുറേയൊക്കെ കാണാം. നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കണ്ടൊരു ക്യാമറൻ്റെ ചിത്രം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇമേജ് എന്ന് കാണാം. ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആവും. കോപ്പി ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വാട്സപ്പ് തുറന്നിട്ട് വാട്സപ്പിനകത്ത് കൊണ്ടുപോയി അത് പേസ്റ്റ് ചെയ്യാം. വാട്സപ്പിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താവും, അപ്പോൾ ആ ഫോട്ടോ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി പേസ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിയിൽ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗാലറിയിലെത്തും. അവിടുന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്കുള്ള ചാർട്ട് കിട്ടും അർത്ഥം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും നല്ലത്. സ്ക്രീൻഷോട്ട് അല്ലാത്ത രൂപത്തിലുള്ള കിട്ടുന്നതാണ് നല്ലത്. ഓക്കെ, കോപ്പി ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് കോപ്പി ആവും. അപ്പോൾ ആ ലിങ്ക് പോലെ ആയിരിക്കും വന്ന് കിടക്കുക. ആ ലിങ്കിൽ ക്ലിക്ക് അതായിരിക്കും വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മുകളിലുണ്ട്. ഇവിടെ നമുക്ക് ചാർട്ട് സെറ്റിങ്സ് കാണാം. കണ്ടോ, നേരത്തെ നമ്മൾ കണ്ട അതേ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താഴത്തും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വലത്ത് സൈഡിൽ കാണുന്നത് എന്താണെന്ന് നമുക്കറിയാം. GBP JPYൻ്റെ പ്രൈസാണ് കാണുന്നത് അല്ലേ. നമ്മൾ യൂറോ USD എടുക്കാം അല്ലേ. ഏതായാലും കുഴപ്പമില്ല, യൂറോ USD
ഇയാളാണല്ലോ മൂത്താപ്പ, ഇയാളെ ബഹുമാനിച്ചേക്കാം. EURUSD. ഓക്കെ, അപ്പോൾ EURUSD താഴത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് ട്രേഡിംഗ് പ്രൈസ് ഇവിടെ കാണുന്നുണ്ട് 1.0547. ഒരു യൂറോ ബേസ് കറൻസി കൊടുത്താൽ ഇപ്പോൾ $1.0547 കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈൻ. ഇനി ഇതിൻ്റെ താഴെ ഇങ്ങനെ കുറേ കാണാം. ഇതെന്താണ്? ഇത് ഇന്ന് US നടക്കുന്ന ഇവൻറ്റുകളെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ ഒരു ഇവൻറ്റ് 14 നവംബർ 7 മണി 19:07 അതിവിടെ നടക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലേറ്റസ്റ്റ് ന്യൂസ് ആണ് ഇത് കാണുന്നത്. ഈ ഒരു സാധനം, ഒരു ഇടിമിന്നലിൻ്റെ ചിഹ്നം. ഒരിക്കലും ഈ ഒരു ന്യൂസുകളെ നമ്പാൻ നിൽക്കരുത്. ഗോൾഡ് മുകളിലോട്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ വരും താഴത്തോട്ട്. ഇതിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് അധികം മൂവ് ചെയ്യാറുള്ളതെന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ അതിനെ നമ്പരുത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം കിട്ടും. അടിയിൽ ഇങ്ങനെ നമുക്ക് ഈ ചാർട്ടിൻ്റെ അടിയിൽ ഡേറ്റ് കാണാം, സമയം കാണാം, ഒക്കെ കാണാം കേട്ടോ. സോറി. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ഇവിടെ ഇടത്ത് സൈഡിൽ ഒരു ടൂൾ ബോക്സ് ഇവിടെ കാണാം. ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓരോന്നിനും ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സാധനം കിട്ടും. ഇതെന്താ, ഇങ്ങനെ പല സാധനം കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാം. എറൈസറൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഒരു സംഖ്യൻ്റെ ടൂൾസ് ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ പറയാൻ ഫസ്റ്റ് തന്നെ ട്രെൻഡ് ലൈൻ എടുത്തു. ട്രെൻഡ് ലൈൻ എടുത്തപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം എനിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ വരച്ച് വെക്കണം എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് വരക്കണം. ഒന്ന് ക്ലിക്ക് ചെയ്തു കണ്ടോ, ഇങ്ങനെ നീട്ടി അങ്ങോട്ട് വരച്ചാൽ സംഭവിക്കാം. ഈ സാധനം ഓഫാക്കണേ. ഓക്കെ, ഇവിടെ നീട്ടി അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സപ്പോർട്ട് ഏരിയ വരക്കണമെങ്കിലൊക്കെ എനിക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതാ കണ്ടോ, നമുക്ക് ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ടൂൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ട്രെൻഡ് ലൈൻ ടൂൾസ്. ട്രെൻഡ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ട്രെൻഡ് ലൈൻ ടൂൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരക്കാം. നമുക്ക് ഏത് രൂപത്തിലാണെങ്കിലും വരക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾ. ഓക്കെ, ഫൈൻ. ഇനി അതിൽ തന്നെ ഒരുപാടുണ്ട്. റേ ഇൻഫോ ഓരോന്നേരം നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഇത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ, അവിടെ ഒരു ലൈൻ വന്നാണ്ട, ഒരു ലൈൻ അവിടെ വന്നു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ലൈനൊക്കെ വരക്കണമെങ്കിൽ വളരെ ഈസി. ട്രെൻഡ് ലൈനെക്കാളും കൂടുതൽ ഇതാണ്. ഇത് നേരെങ്കിൽ അവിടെ വന്ന് കിടന്നോളും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് വേറെ കുറേ ടൂൾസ് ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. അതെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലോങ് പൊസിഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിങ്ങിന് മുകളിലോട്ട് പോവാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഭാഗം എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ മുകളിലോട്ട് പോകണം മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ വിചാരിച്ച് ബൈ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഏതാണ്ട് ഇങ്ങോട്ട് ടാർജറ്റ് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസും ഇതാ ഈ ഒരു ലോവിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും വെച്ച് നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കാനൊക്കെ എനിക്ക് പറ്റും. മാർക്കറ്റ് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഇതാണ് ഇതിലെ കാര്യം. ഇനി ഇത് അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഇങ്ങനെ സാധനം വരും. ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആവും. ഇനി ഷോർട്ട് പൊസിഷനോ, നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇവിടെ എത്തുന്ന സമയത്ത് ഇനി മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്ന് തോന്നുകയാണ്. നമുക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി നമുക്ക് ഇനി റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വെറുതെ ഒന്ന് വരച്ച് നോക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്നും ടാർജറ്റ് അവർ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വെക്കാമെന്നും എന്നിട്ട് ഇങ്ങനെ നോക്കണം കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വൃത്തിയിൽ നമ്മളെ ചാർട്ടിൽ നമ്മൾ എവിടെ ബൈ എടുത്തത്, എവിടെ സെല്ല് എടുത്തതെന്നൊക്കെ ചാർട്ടിൽ പിന്നീട് വന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയും ഞാൻ ഇവിടുന്ന് സെല്ല് ഇട്ടുണ്ടായിരുന്നു, ഇവിടെ ടാർജറ്റ് വെച്ചെന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ടൂളിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3.45. അതായത് 1% ലോസിന് അല്ലെങ്കിൽ ഒരു ഇരട്ടി ലോസിന് 3.45 ഇരട്ടി പ്രോഫിറ്റ്. അതാണ് ഈ ഇതിലൂടെ റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ മാറുന്നുണ്ടോ റിസ്ക് റിവാർഡ്. അപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ ഇതാ എവിടെ വരും, അവിടേക്ക് വരും. കണ്ടോ, ഇതാ 1% ലോസും 2% ലാഭമാണെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന് മെച്ചം. ടാർജറ്റ് എത്ര പിപ്പ് ഉണ്ട് എന്നൊക്കെ കാണാട്ടോ, 92 ഇങ്ങനെയൊക്കെ അവിടെ കാണാം. സോ ഇതാണ് ഇതിന് ഈ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന സംഭവം. അതും അതിന് ക്ലിക്ക് ചെയ്യുക, മോളി സാധനം വരുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതിനകത്തൊരു സെറ്റിംഗ്സ് ഉണ്ട്, ഇതിന്റെ സെറ്റിംഗ്സ് ആണ് ഇത്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ കളേഴ്സ് ഈ റെഡും ഗ്രീനൊക്കെ വേണ്ട, വേറെ എന്തെങ്കിലും പച്ചയും മഞ്ഞൊക്കെ വേണമെങ്കിൽ നീലൊക്കെ വേണമെങ്കിലും ഒക്കെ കൊടുക്കാം. സോ അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് സാധനം ആവശ്യമുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് റെക്ടാങ്കിൾസ്. എന്തിനാണ് റെക്ടാങ്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു ഇതാ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഏരിയ അല്ലേ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റെക്ടാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇതാണ് റെക്ടാങ്കിൾ ബോക്സ് കേട്ടോ. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ലേ. അപ്പോൾ ഇതാണ് ഈ ബോക്സ് കൊണ്ടുള്ള മെച്ചം. പിന്നെ ആരോ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആരോ വരച്ച് കളിക്കാൻ പറ്റും. പിന്നെ അത് ആവശ്യമുള്ളൂ. പിന്നെ അത് തൽക്കാലം അത് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ റെസിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നീട് നമ്മൾ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാനൊക്കെ പറ്റുന്ന സംഭവമാണ്. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ, ഇതിന് ക്ലിക്ക് ചെയ്യുക,
സെറ്റിങ്സ് എടുക്കുക, ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക, ഗ്രേ കളർ ഇതാ കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന എന്ത് തോന്നിയ ദിവസങ്ങൾ ഇതിൽ ചെയ്യാം. ഓക്കെ, അതിനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റാണ് വേണ്ടത്. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, അത് ചെയ്യാതിരിക്കാൻ നല്ലത്. ലാപ്പിൽ യൂസ് ചെയ്യുന്ന ആളുകൾ ഇതിങ്ങനെ ഒന്ന് ഇപ്പോൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ മുന്നോട്ട് ഇവിടെ സ്റ്റാർ കാണുന്നുണ്ടോ, ഈ സ്റ്റാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അത് സ്റ്റാറിൽ ആഡ് ചെയ്യും. നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഓൾറെഡി ഇതിവിടെ വന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താണ്ടോ അതതിന് പോയി. ഇനി ഒറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ കണ്ടോ അതവിടെ വന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചാൽ എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേണം, അത് ഞാൻ അവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ കുത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് എവിടേക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ താഴത്ത് വന്നിട്ട് ഓക്കെ, ഇതാണ് സൗകര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർട്ട് അനലൈസിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ഇതിനെ പിടിച്ച് എങ്ങോട്ട് വേണമെങ്കിലും നീക്കൽ എങ്ങനെയാണെന്ന് അറിയോ, ജസ്റ്റ് അതിനൊന്ന് പോയി ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അതിനിങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതെന്താവും, അത് നീങ്ങി വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെ അതിനെ നീക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ഈ ബോക്സിനെ നീക്കണമെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് കണ്ടോ ഇതിന് നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ എന്തായി, ഇപ്പോൾ സപ്പോർട്ടാണ്, ഞാൻ സപ്പോർട്ടായി മാറ്റിയാണ് ഇതിന് കേട്ടോ. കണ്ടോ ഇതൊരു സപ്പോർട്ട് ഏരിയയാക്കി മാറ്റി നമ്മൾ. അപ്പോൾ ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ കൊണ്ടുവന്ന് പെടണം. അല്ലാതെ എഴുതാനൊക്കെ പറ്റും. ഈ ബോക്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ടെക്സ്റ്റ് ചെയ്താൽ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്. എന്തുകൊണ്ട് സപ്പോർട്ട് ഏരിയ എന്ന് വിളിച്ചു, കൺസിസ്റ്റന്റ് ആയിട്ട് താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് ശരിക്കും ബൗൺസ് ചെയ്തത് അല്ലേ. സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു ഫ്ലോർ പോലെയാണ് അല്ലേ. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സീലിംഗ് പോലെ ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും നോർമൽ സപ്പോർട്ട് റെസിസ്റ്റൻസും നേർരേഖയിലാണ് നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ. ഇതാണ് നോർമൽ സപ്പോർട്ട് റെസിസ്റ്റൻസും. ദെൻ സൈഡിലോട്ട് പോകുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് എന്താ പറയുന്നത് പഠിച്ച് ഇങ്ങനെ പോകുന്നതിന് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് ഇതില്ലേ. ഇത് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. പിന്നെ ഇതെന്താ, ഇത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് അല്ലേ. വൺസ് ഒരു സപ്പോർട്ട്, അത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയിക്കോട്ടെ, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, നോർമൽ സപ്പോർട്ട് ആയിക്കോട്ടെ, നോർമൽ റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, വൺസ് മാർക്കറ്റ് അതിനെ ശക്തിയായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ മനസ്സിലാക്കിയത്, അപ്പോഴാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ അങ്ങനെ സംഭവിച്ചോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ ഉള്ളൂ എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ കാണുന്നു, താഴത്തോട്ട് ഇറങ്ങി വരുന്നു, അപ്പുറത്ത് നമ്മൾ കാണുന്നില്ലല്ലോ, താഴത്തോട്ട് ഇറങ്ങി വരുന്നു. ഇവിടെ എത്തിയ സമയത്ത് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇവിടെ വന്നു, അപ്പോൾ വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഈ ബോക്സ് ഇവിടെ വരയ്ക്കാൻ വേണ്ടി ആരംഭിച്ചു. ഇത്രയും കിട്ടി. ഇനി മാർക്കറ്റ് മൂവ് ചെയ്ത് ഇങ്ങനെ പോകുന്നോർത്തോളം നമ്മൾ ഈ ബോക്സിനെ നീട്ടി വരയ്ക്കാം. എന്തിനാണ് നീട്ടി വരയ്ക്കണേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ ഇനി എപ്പോഴാണോ ഇതിലേക്ക് എത്തുക അപ്പോൾ ബൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കണേ അല്ലേ. ഇവിടെ നമ്മൾ കാത്തുന്നത് എന്തിനായിരുന്നു, മാർക്കറ്റ് വൺസ് സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ബൈ എടുക്കാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ എടുത്തിട്ട് ഇങ്ങോട്ട് ടാർജറ്റൊക്കെ വെക്കാം, എങ്ങോട്ട് ടാർജറ്റും വെക്കാം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഈ സായി ടൂൾ എടുക്കുക, ഇവിടെ ഞാൻ ബൈ എടുത്തു എന്ന് മനസ്സിലാക്കുക. ഇതാ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ഉണ്ട്, 2.18 ഉണ്ട്. സോ ഇങ്ങനെ ഒരു ട്രേഡ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യാണ്. ആ ട്രേഡ് പ്ലാൻ ചെയ്താൽ ആണോ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ടിൽ വന്നിട്ട് എനിക്ക് പ്രോഫിറ്റ് തന്നു, ഫൈൻ. അപ്പോൾ അതാണ് ഇതിലെ കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ടിൽ. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്. ട്രെൻഡ് ലൈനിലൂടെ തന്നെ മാർക്കറ്റ് കണ്ടോ, ഒരു ചാനൽ പോലെ മാർക്കറ്റ് ഇവിടെ പോകണുണ്ടോ, കൃത്യമായിട്ട് മേലെ റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെ പോകുന്നത്, താഴത്തും തന്നെ ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയേ, ഇതെന്താ ഇതിന് നമ്മൾ പറഞ്ഞത്, ബ്രേക്ക് ഔട്ട് എന്ന് അതിന് പറഞ്ഞല്ലേ. വൺസ് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് ഭയങ്കര ബിഗ് ഫോൾ ആയി. പക്ഷേ ബ്രേക്ക് ഔട്ട് എപ്പോഴും റിയൽ ബ്രേക്ക് ഔട്ട് ആയിക്കോളുന്നില്ല, ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒരുപാട് തരുന്നതുകൊണ്ട് നമുക്ക് നമ്പാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഫാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നല്ല ഫോളാണ്. കാരണം ഈ ക്യാൻഡിലാണ്, അത്രയും പവർഫുൾ ക്യാൻഡിലാണ്. പിന്നെ ഇതിനെ അഡീഷണൽ റിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കുറേ കോൺഫ്ലുവൻസസ് ഉണ്ട്. അത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇവിടെ അഡീഷണൽ ഒരു കോൺഫ്ലുവൻസ് വേറെ ഉണ്ട്. എന്താണെന്നറിയോ, ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നു അല്ലേ. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ സപ്പോർട്ടിനെ നമ്മൾ നീട്ടിയൊന്ന് വരച്ച് നോക്കാം. നോക്കിയേ, ബ്രേക്ക് ചെയ്ത് വന്നിട്ട് നമ്മളിവിടെ നോർമൽ സപ്പോർട്ട് അടിയിലുണ്ടായിരുന്നു, അതിനും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ഇവിടെ വരെ എത്തി. ഈ ക്യാൻഡിൽ അവസാനിച്ചത് ഇവിടെ അല്ലേ, ഇവിടെ വരെ എത്തി. നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആയി മാർക്കറ്റ് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു ഡൗൺ ട്രെൻഡ്, ഈ ഒരു ബെയറിഷ് ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് ഇതും ബ്രേക്ക് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഇതെന്തിനാണ് മാർക്കറ്റ് ചെയ്തത്, നമ്മൾ എന്താ പഠിച്ചത്, ഇവിടുന്ന് സപ്പോർട്ടും ഒരുപാട് ആളുകളെ ബൈ സൈഡിലേക്ക് മാർക്കറ്റ് നിർത്തുകയാണ്. ഇനി മാർക്കറ്റ് മുകളിലോട്ടാണെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ആക്ച്വലി മാർക്കറ്റ് താഴത്തോട്ട് പോയി കണ്ടോ. സോ ദിസ് ഈസ് എ ഫേക്ക് സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് അങ്ങനെ ഫേക്ക് സപ്പോർട്ട് ഏരിയ ആണോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. ഇതിങ്ങോട്ട് നീട്ടി വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക, വൺസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ
മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് ആ ഏരിയ ആയിരിക്കും മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ ഇവിടുന്ന് ഇതിന് മുകളിലോട്ട് പോകരുത്, ഇവിടുന്ന് വേണം മാർക്കറ്റ് താഴത്തോട്ട് വരാൻ. അപ്പോൾ ഇതിനെ ഈ വൺസ് സപ്പോർട്ട് ആയിരുന്ന ഈ ഏരിയനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഇവിടെയും മാർക്കറ്റ് ആളുകൾ എന്ത് ചെയ്തു? ട്രാപ്പ് ചെയ്തു. എന്തിനാ ട്രാപ്പ് ചെയ്ത്? നമ്മളിപ്പോൾ ഈ ഒരു തിയറി നമ്മൾ പഠിച്ചു. മാർക്കറ്റ് തിരിച്ച് കയറിയതാ, ഇവിടേക്ക് എത്തിയില്ലേ? ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ ഇവിടുന്ന് സെൽ പൊസിഷൻ എടുത്തിട്ടുണ്ടാവില്ലേ? നമ്മൾ തിയറി പ്രകാരം നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? വൺസ് സപ്പോർട്ട് ആയിരുന്ന ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ തിരിച്ച് കയറി വരുന്ന സമയത്ത് അത് റെസിസ്റ്റൻസ് ആവും. റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സെല്ലാണ് ചെയ്യുക. സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ബൈ ആണ് ചെയ്യുക, അല്ലെ? അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സെല്ലാണ് ചെയ്യുക. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് പ്രൈമറി ടാർഗറ്റ് ഇതായിരിക്കും. ഇവിടെ 1:2 കിട്ടുന്നില്ല, 1:1.8 കിട്ടുന്നുള്ളൂ. അപ്പോൾ ടാർഗറ്റ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ 1:2 കിട്ടി. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തോട്ട് വെച്ചാലും 1:2 ഒക്കെ കിട്ടും. പക്ഷേ ഇവിടെ എന്താ മാർക്കറ്റ് ചെയ്ത്? സെല്ലിട്ട മുഴുവൻ ആൾക്കാരും വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ചു, എന്നിട്ട് താഴത്തോട്ട് ടാർഗറ്റിലോട്ട് പോയി. ഇതാണ് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടാതെ ചാടി കയറി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഒരു 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ 5 എന്താവണം? TP കിട്ടണം. എങ്കിലേ ഇങ്ങനത്തെ സ്ട്രാറ്റജി വിൻ ആവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആവുള്ളൂ. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിലൂടെ ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മളിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ട്രേഡിംഗ് ജേർണിയിലെ ഈ ലാസ്റ്റ് പാർട്ട് 8 വീഡിയോയുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണ്ട? പർച്ചേസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഈ ഫ്രീ ആയിട്ടുള്ളത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഓക്കെ, സാധനം കിട്ടുക. നിങ്ങൾ സൈനപ്പ് ചെയ്യുക, പിന്നെ ഇമെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. നോർമൽ സൈനപ്പ് അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫോണിലും ചെയ്യാം, ലാപ്പിലൊക്കെ ചെയ്യാം. നോർമൽ സൈനപ്പ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ചാർട്ടിനകത്ത് ഇഷ്ടമുള്ള ഒരു പെയർ യൂറോ USD ഏതാച്ചാൽ എടുക്കുക. ആ സാധനം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പേഴ്സ് ഉണ്ട്. ഏത് USD JPY ആണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, USD JPY. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. സോ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോന്റെ അത്യാവശ്യ ഘട്ടങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഏരിയ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്, ബ്രേക്ക്ഔട്ടുകൾ മനസ്സിലായിട്ടുണ്ട്, എന്താണ് ബ്രേക്ക്ഔട്ട് എന്നുള്ളത്. പിന്നെ ഇനി ഇതിനകത്ത് പറയാൻ ബാക്കി ഫ്രാക്റ്റൽസിനെ കുറിച്ചും കൂടി വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഫ്രാക്റ്റൽ നേച്ചറിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഫ്രാക്റ്റൽ നേച്ചർ? ആക്ച്വലി ഇത് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക, അതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പാർട്ട് നിങ്ങൾക്ക് വെറുതെ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറഞ്ഞത് ഒരു വലിയ സംഭവത്തിൻ്റെ ചെറിയ രൂപം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ കോടാനുകോടി കോശങ്ങൾ ഒത്തുകൂടിയിട്ടാണ് ഒരു മനുഷ്യൻ എന്നുള്ള രൂപം വന്നിട്ടുള്ളത്, അല്ലേ? അതുപോലെ തന്നെ ഓരോ വസ്തുക്കളും കൂടി ചേർന്നിട്ടുള്ളത് ചെറിയ ചെറിയ കണികകൾ കൂടി വന്നിട്ടാണ് അത് ആ ഒരു വസ്തുവായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ കാണുന്ന രൂപം ആയി മാറിയിട്ടുള്ളത്. ആ രൂപത്തെ നമ്മൾ കട്ട് ചെയ്താൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ബോൾ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ ഒരു ബോളിനെ നമ്മൾ 2 ആക്കി കഴിഞ്ഞാൽ അത് 2 ആയി. ആ 2നെ 4 ആക്കി, 4നെ 8 ആക്കി, 8നെ 16 ആക്കി, 16നെ 32 ആക്കി, അത് 64 ആക്കി. ഇങ്ങനെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയൊരു കഷ്ണമായിട്ട് മാറും, അല്ലെ? നമ്മുടെ തന്മാത്രകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ. ഇതേപോലെ തന്നെയാണ്, കട്ട് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയ സംഭവമാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി ഇത് ഈ ബോളായി മാറിയത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട്, അതായത് ഇതാണ് ഫ്രാക്റ്റൽസ്. ഒരുപാട് സ്മോളസ്റ്റ് സംഗതികൾ കൂടി ചേർന്നാണ് ഈ വലിയ സംഭവം ഉണ്ടാവുക എന്നുള്ളതാണ് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിലെല്ലാം എന്തിലാണ്? ഫ്രാക്റ്റൽ നേച്ചറിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണെന്ന് അർത്ഥം. നമ്മളൊരു മരം കാണുകയാണ്. ഒരു മരം നമ്മൾ കാണുമ്പോൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അത് വലിയൊരു വടവൃക്ഷം. എന്നാലും നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? നമുക്ക് മരത്തിൻ്റെ തണ്ട് കാണാം, വേരുകൾ കാണാം, ഇലകൾ കാണാം, കൊമ്പുകളും ചുള്ളികളും ഒക്കെ കാണാം. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റില്ല? നമുക്കത് കാണാൻ പറ്റില്ല. അടുത്തോട്ട് അതായത് സൂം ഔട്ട് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഇലകളിൽ പല വേരുകളും, അതേപോലെ തന്നെ വൃക്ഷത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കൊമ്പുകളും, തണ്ട് തന്നെ പലതരത്തിൽ വണ്ണം കൂടി മുകളിലോട്ട് പോകുമ്പോഴേക്കും വണ്ണം കുറഞ്ഞ്, ഇങ്ങനെ പല രൂപത്തിൽ ആ മരത്തെ ശരിക്കും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടി നമ്മളതിനെ സൂം ഔട്ട് ചെയ്ത് ഉള്ളിലേക്ക് പോകേണ്ടി വരും, അല്ലേ? അപ്പോഴാണ് ശരിക്കും ആ മരം എന്തിനാൽ നിർമ്മിക്കപ്പെട്ട മരമാണ്, തേക്കാണോ ഈട്ടിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിനകത്ത് നമ്മളൊരു ക്യാൻഡിൽ കാണുമ്പോഴും. നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് എന്താണ് ക്യാൻഡിൽസ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഈ റെഡ് കളറിലും ബ്ലൂ കളേഴ്സ് കാണുന്ന ക്യാൻഡിൽസിന് ഫ്രാക്റ്റൽ നേച്ചർ അതിനകത്തുണ്ട്.
അതായത് മാർക്കറ്റിലെ ഈ ഒരു ഉയർച്ച താഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ അതിനെ സൂം ഔട്ട് ചെയ്ത് ഉള്ളിലോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്റ്റൽ നേച്ചർ ഇതിനകത്ത് കാണാൻ പറ്റും. മാസം, ആഴ്ച, ദിവസം, മണിക്കൂറുകൾ തന്നെ പല മണിക്കൂറുകൾ, 4 അവർ, 3 അവർ, 2 അവർ, 1 അവർ ഒക്കെ ആക്കി നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരേ സംഗതിയുടെ ചാർട്ട്, കാരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നോക്കിയേ, ആ ചാർട്ട് ആവില്ല നിങ്ങൾ വീക്ക് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുക. വീക്ക് പോയിട്ട് നിങ്ങൾ ഡേ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു രൂപത്തിലുള്ള ചാർട്ടായിരിക്കും. 4 അവർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ രൂപത്തിലുള്ള ചാർട്ട്, 1 അവർ സെലക്ട് ചെയ്യുമ്പോൾ വേറെ രൂപത്തിലുള്ള ചാർട്ട്, നമ്മൾ 5 മിനിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 മിനിറ്റിലുള്ള ചാർട്ടാണ് കിട്ടുക. അത് മന്ത്ലി ചാർട്ടുമായിട്ട് വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. സംഗതി ഒരേ സ്റ്റോക്കിൻ്റെ ചാർട്ടാണെങ്കിലും ആ ടൈം ഫ്രെയിം മാറുന്നതിനനുസരിച്ച് ആ ചാർട്ടുകളിൽ മാറ്റം വരും. എന്ത് മാറ്റം വരുന്നത്? ദൂരെ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ, അതായത് മാസത്തിൻ്റെ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് 1-ാമത്തെ തീയതി മുതൽ, മാസത്തിൻ്റെ 1-ാം തീയതി മുതൽ മാർക്കറ്റ് ഏത് പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തു, 30-ാം തീയതി ആയി ആ മാസം ക്ലോസ് ചെയ്യുവാണെങ്കിൽ 30-ാം തീയതി വരെ ആ ക്യാൻഡിൽ എവിടെ പോയി ക്ലോസ് ചെയ്തു എന്ന് മാത്രമാണ് നമുക്ക് മന്ത്ലി ചാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. എങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിലാക്കി കഴിഞ്ഞാലോ, 5 മിനിറ്റ് ചാർട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഓരോ 5 മിനിറ്റിലും മാർക്കറ്റ് ഏതാണ് ഓപ്പണിംഗ് പ്രൈസ്, ഏതാണ് ക്ലോസിംഗ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, വീഡിയോസ് ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വരും വീഡിയോസുകളിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ട്രേഡിംഗ് ജേണി മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കുക. ഓക്കെ, ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട്